സംസ്ഥാനത്തെ IAS ചേരിപ്പോര് അസാധാരണ തലത്തിലേക്ക്. ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാത്ത എൻ പ്രശാന്ത് 7 ചോദ്യങ്ങളുമായി ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. പരാതിക്കാരില്ലാതെ ചാർജ് മെമ്മോ നൽകിയത് എന്തിനാണെന്നും സസ്പെൻഷൻ നടപടിക്ക് മുമ്പ് തന്റെ ഭാഗം എന്തുകൊണ്ട് കേട്ടില്ലെന്നും എൻ പ്രശാന്ത് ചോദിക്കുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചാൽ മാത്രമേ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകൂവെന്നാണ് എൻ പ്രശാന്തിന്റെ നിലപാട്. സൈലാദ്ദീൻ ചേരുന്നു. സേഫ്, ചോദ്യത്തിന് മറുപടി ചോദ്യം തന്നെയാണ്. എന്തൊക്കെയാണ് ചീഫ് സെക്രട്ടറിയോട് പ്രശാന്ത് ചോദിച്ചിരിക്കുന്നത്? ഇത് സാധാരണമായിട്ടുള്ളൊരു രീതിയാണോ പ്രശാന്ത് തുടരുന്നത്? ഉറപ്പായിട്ടും അത് അസാധാരണ രീതിയാണ്. കാരണം ഒരു ചാർജ് മെമ്മോ ഒരു ഉദ്യോഗസ്ഥന് നൽകുന്നു, ആ ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിയാലേ താൻ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകൂ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒരു അസാധാരണമായ നീക്കമായി രണ്ടും കൽപ്പിച്ച് എൻ പ്രശാന്ത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത് 7 ചോദ്യങ്ങളാണ് അദ്ദേഹം കത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അത് ആദ്യത്തെ ചോദ്യം, തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ ജയതിലകും ഗോപാലകൃഷ്ണനും പരാതി നൽകിയിട്ടില്ല, പിന്നെ സർക്കാർ സ്വന്തം നിലയിൽ മെമ്മോ നൽകുന്നത് എന്തിന് എന്നുള്ള ചോദ്യം ചീഫ് സെക്രട്ടറിക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്തതിനും ചാർജ് മെമ്മോ നൽകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് തന്റെ ഭാഗം കേട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എൻ പ്രശാന്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ചാർജ് മെമ്മോയ്ക്കൊപ്പം വെച്ച തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ആരാണ് ശേഖരിച്ചത് എന്നുള്ള ചോദ്യം പ്രശാന്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ നിന്നാണ് അത് ശേഖരിച്ചത് എന്നാണ് മറ്റൊരു ചോദ്യം. ഏത് ഉദ്യോഗസ്ഥനെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയത്? തനിക്ക് കൈമാറിയ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടാണ്. അത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം അത് മാർക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫയല് നോക്കുമ്പോൾ അത് മാർക്ക് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനകത്ത് കൃത്യമായി തന്നെ ആ വിവരം ലഭ്യമാകുന്നുണ്ട്. അത് ഒരു സ്വകാര്യ വ്യക്തിയാണ് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ചാർജ് മെമ്മോ തയ്യാറാക്കിയതെന്ന് വ്യക്തമാവുകയാണ്. ഇതിന് ചീഫ് സെക്രട്ടറി മറുപടി നൽകണം. ഇതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. IT നിയമപ്രകാരം ഡിജിറ്റൽ സ്ക്രീൻഷോട്ടുകളുടെ സ്ക്രീൻഷോട്ടുകൾ സർട്ടിഫൈ ചെയ്ത് കൃത്രിമമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടി എൻ പ്രശാന്ത് വെക്കുകയാണ്. അങ്ങനെ 7 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ വിശദീകരണം ചീഫ് സെക്രട്ടറിയിൽ നിന്ന് കിട്ടണം. ചീഫ് സെക്രട്ടറിയിൽ നിന്ന് കിട്ടിയാൽ ചാർജ് മെമ്മോയ്ക്ക് താൻ മറുപടി നൽകാം എന്ന നിലപാടിലേക്കാണ് എൻ പ്രശാന്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു അസാധാരണ നീക്കമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. സർക്കാർ ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ചീഫ് സെക്രട്ടറി ഇതിന് മറുപടി നൽകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം ചീഫ് സെക്രട്ടറി ഒരു ജൂനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമോ എന്നുള്ള പ്രസക്തമായ കാര്യം നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള സാധ്യത കുറവാണ്. എന്നാലും കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമോ? എന്തായാലും പ്രശാന്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് പ്രശാന്ത് ഇത്തരത്തിലൊരു അസാധാരണ നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശാന്തിന്റെ നടപടിയിൽ സർക്കാരിന് വലിയ അതൃപ്തി തന്നെ ഉണ്ടാകും. ഏത് തരത്തിലായിരിക്കും സർക്കാർ ഇതിനോട്, ഇല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? സംസ്ഥാന സർക്കാർ ഒരു നടപടി ഇതിനോടൊപ്പം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. സസ്പെൻഷനാണുള്ളത്. സസ്പെൻഷൻ നൽകിക്കഴിഞ്ഞ ഉദ്യോഗസ്ഥനോട് ചാർജ് മെമ്മോ നൽകും, കുറ്റാരോപണ മെമ്മോ. ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ തങ്ങൾക്കെതിരെ ഉണ്ട്, അതിനെന്താണ് വിശദീകരണം എന്നുള്ളതാണ് കുറ്റാരോപണ മെമ്മോയിലൂടെ കാണാൻ കഴിയുന്നത്. 6 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സസ്പെൻഷൻ നടപടി വീണ്ടും നീട്ടിവെക്കാൻ വേണ്ടി കഴിയും. അതിന് സംസ്ഥാന സർക്കാർ തുനിയുമോ എന്താണ് കാത്തിരുന്ന് കാണേണ്ടത്. 2 ഉദ്യോഗസ്ഥർ ഒരേ സമയം സസ്പെൻഡ് ചെയ്യായിരുന്നു, ഗോപാലകൃഷ്ണനെ അതേപോലെ എൻ പ്രശാന്തിനെയും. പ്രശാന്താണ് ഇതിനകത്ത് സർക്കാരിന് മുന്നിലേക്ക് ചോദ്യങ്ങൾ വെച്ചിരിക്കുന്നത്. തന്റെ ഭാഗം കേൾക്കാതെ ആണ് ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വ്യാജരേഖ ചമച്ച ജയതിലകുണ്ട്. ജയതിലകനും ചീഫ് സെക്രട്ടറിക്ക് നേരത്തെ തന്നെ അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഈ വക്കീൽ നോട്ടീസിലൂടെ പറഞ്ഞിരുന്നത് വ്യാജരേഖ ചമച്ച ഇദ്ദേഹത്തിനെതിരെ, ജയതിലകനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു, കാരണം ഉന്നതിയുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം കൈമാറിയെന്ന സർക്കാർ രേഖ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ രേഖകൾ കിട്ടിയിട്ടില്ല എന്ന് ഗോപാലകൃഷ്ണൻ ഈ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയത്. അത് വ്യാജരേഖ ചമക്കലാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം നേരത്തെ വക്കീൽ നോട്ടീസ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ കുറച്ചുകൂടി ചൊടിപ്പിക്കുന്നതാണ് ഈ നടപടി എന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ധന്യ. ശരി സൈഫ്, എന്തായാലും ചീഫ് സെക്രട്ടറി ചോദിച്ച ചാർജ് മെമ്മോയ്ക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചോദ്യങ്ങളുമായി പ്രശാന്ത് ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. മറുപടി ഇതുവരെ നൽകിയിട്ടില്ല. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകുക എന്നാണ് പ്രശാന്ത് സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ പല കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് 7 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിക്ക് പ്രശാന്ത് അങ്ങോട്ട് ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ മെയിൽ അയച്ചിരിക്കുന്നത്. നിലവിൽ ഈ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് സർക്കാർ. പക്ഷേ ഇത്തരത്തിലുള്ള നീക്കം കൂടി, ഒരു അസാധാരണ നീക്കം കൂടി പ്രശാന്ത് നടത്തിയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ ഇല്ലെങ്കിൽ തീരുമാനങ്ങൾ
എന്നുള്ളതിനെക്കുറിച്ച് കണ്ടറിയേണ്ടതാണ്. സർക്കാർ എന്ത് നടപടികളിലേക്ക് കടക്കും ഇനി എന്നുള്ളത്.